ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ ഇനി നമ്മൾ കാസർഗോഡിൽ വേറൊരു സ്കൂളിലോട്ടാണ് പോകുന്നത്. അവിടെ കലോത്സവം നടക്കുകയാണ്. അപ്പോൾ നമ്മൾ ആക്ടിവിറ്റീസൊക്കെ കണ്ടിട്ട് നമുക്ക് ആ സ്കൂളിൽ നിന്ന് ഒരു ക്ഷണം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത പ്രോഗ്രാം അവിടെയാണ്. പ്രോഗ്രാമിലോട്ട് പോവാം. ഞങ്ങൾ കാസർഗോഡ് മുനിസിപ്പൽ UP സ്കൂളിലാണ്, ഗവൺമെൻറ് UP സ്കൂളിലാണ് ഇപ്പോൾ ഉള്ളത്. ഈ സ്കൂളിലേക്ക് നമ്മളെ ഇൻവൈറ്റ് ചെയ്തിരിക്കുകയാണ്. ഇവിടെ കലോത്സവം നടക്കുകയാണ്. വിദ്യാർത്ഥികൾക്ക് ഒരു നല്ലൊരു മെസ്സേജ് കൊടുക്കാനുള്ള ഒരു അവസരമാണ് നമുക്ക് ഈ സ്കൂൾ അധികൃതർ നമുക്ക് നൽകിയിട്ടുള്ളത്. ഒരുപാട് താങ്ക്സ് ഉണ്ട്. നമുക്ക് സമൂഹത്തിന് നമ്മൾ ഉദ്ദേശിച്ച് വന്ന മെസ്സേജ് നൽകാനുള്ള കിട്ടിയ ഈ അവസരത്തിന് ഗുഡ് ഈവനിങ് ടു ഓൾ. അവിടെ ചുറ്റുവട്ടത്ത് കളിക്കുന്ന കുട്ടികളെല്ലാവരും ഇവിടെ സ്റ്റേജിന്റെ മുൻഭാഗത്തിൽ എത്തിച്ചേരണം. സ്റ്റേജിന്റെ രണ്ട് വശത്തും കളിക്കുന്ന കുട്ടികളെല്ലാവരും സ്റ്റേജിന്റെ മുൻവശത്തേക്ക് എത്തിച്ചേരണം പെട്ടെന്ന്. UP കുട്ടികള്, അപ്പൊ പ്രിയ രക്ഷിതാക്കളെ, ഡിയർ ടീച്ചേഴ്സ്, പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മളേവർക്കും അറിയാം ഇപ്പോഴത്തെ സമൂഹത്തിന്റെ ഒരു ശാപമാണ് ലഹരി വസ്തുക്കൾ. അപ്പൊ ലഹരി സേവന ഈ സമൂഹത്തിനെ ഏതെല്ലാം രീതിയിൽ ബാധിക്കുന്നുണ്ടെന്ന് നമുക്ക് അറിയാം. ഈ കലോത്സവത്തിന്റെ ഈ ഒരു അവസരത്തിൽ കുട്ടികളും പാരന്റ്സും എല്ലാവരും ഒന്നിച്ച് കിട്ടുമെന്ന ഒരു രീതിയിലാണ് ഇന്ന് നമ്മളെ കൂടെ മിഷൻ ഹെൽത്ത് ഇന്ത്യ കോർഡിനേറ്റർ ശ്രീ അബ്ദുൽ ഗഫൂർ ലഹരി വിരുദ്ധമായ ഒരു പ്രോഗ്രാം കൊടുക്കാൻ എത്തിച്ചേർന്നിട്ടുണ്ട്. ഏവരുടെ വകയിലും ഞാൻ സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ട HM, ടീച്ചേഴ്സ്, സ്റ്റുഡൻസ്, പാരന്റ്സ്, ഞാൻ മലപ്പുറം താനൂർ സ്വദേശിയാണ്. കഴിഞ്ഞ ഓഗസ്റ്റ് 15 ഗിന്നസ് വേൾഡ് റെക്കോർഡിലേക്ക് ഒരു അറ്റംപ്റ്റ് നടത്തി. ഡിക്ലൈൻ നെക്കൽ പുഷപ്പ്. നിലവിലുണ്ടായിരുന്ന റെക്കോർഡ് ഈജിപ്ഷ്യനായിരുന്ന മുസ്തഫ അഹമ്മദ് വഹേൽ, അദ്ദേഹത്തിന്റെ റെക്കോർഡ് 90 ആയിരുന്നു. 90 പുഷപ്സ് ആയിരുന്നു അദ്ദേഹം ചെയ്തിരുന്നത്. ആ 90 നിന്ന് 105 പുഷപ്പ് ഒരു മിനിറ്റിൽ ചെയ്തുകൊണ്ടാണ് ഗിന്നസ് വേൾഡ് റെക്കോർഡ് അപ്രൂവിലേക്ക് കൊടുത്തിട്ടുള്ളത്. ഞാൻ ഈ അറ്റംപ്റ്റിന് വേണ്ടിയിട്ട് ശ്രമിച്ചത് നിങ്ങൾക്ക് വേണ്ടിയാണ്, വിദ്യാർത്ഥികൾക്ക് വേണ്ടിയാണ്. ഈ വളർന്നു വരുന്ന ഭാവി തലമുറ ഈ രാജ്യത്തിന്റെ അസറ്റാണ്, നെടുംതൂണാണ്. നിങ്ങളാണ് ഈ രാജ്യത്തെ നയിക്കേണ്ടത്. നിങ്ങളുടെ ഭാവി നഷ്ടപ്പെട്ട് നശിച്ചു പോകാൻ പാടില്ല. അതിനുവേണ്ടി നിങ്ങൾക്ക് മെസ്സേജ് തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ലോക റെക്കോർഡിലേക്ക് മെയിൽ ചെയ്തത്. ഇന്ന് ഏറ്റവും കൂടുതൽ ലഹരിയുടെ ഉപയോഗം വളർന്നു വരുന്നു. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും എന്നോടൊപ്പം ഈ മെസ്സേജ് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ എല്ലാവരും ഉണ്ടാവില്ലേ? ഉണ്ടാകുമോ? അതുകൊണ്ട് എനിക്കറിയാം നിങ്ങൾ കലോത്സവത്തിന്റെ എക്സൈറ്റ്മെന്റിലാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളെ സമയമൊന്നും കാർന്നു നിന്നില്ല. പക്ഷേ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു മിനിറ്റ് കുറച്ച് പുഷപ്സ് കാണിച്ചു തരാം. അതിനുശേഷം ഞാൻ നിങ്ങളോട് ഒരു ശ്ലോകം പറയും. നിങ്ങൾ എന്നോടൊപ്പം ഏറ്റുപറയുക. 2 മിനിറ്റിനുള്ളിൽ ഞാൻ നിർത്തുന്നതാണ്. അപ്പൊ എല്ലാവരും തയ്യാറാണോ? താങ്ക് യു. നല്ല ആരോഗ്യമുള്ള ഒരു ജനതയെ, ഒരു നേഷനെ കെട്ടിപ്പറിക്കണം എന്നതുള്ള മെസ്സേജാണ്. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ പുഷപ്പ് ചെയ്യുന്നത്. നിങ്ങൾ എല്ലാവരും ഇതുപോലെ പുഷപ്സ്
അതുപോലെ നല്ല എക്സസൈസ് ചെയ്ത് നല്ല ഇതുപോലുള്ള പ്രോഗ്രാംസ് ഒക്കെ അറ്റൻഡ് ചെയ്ത് സ്കൂളിൽ നടക്കുന്ന ആർട്സ് എല്ലാ പരിപാടികളും നിങ്ങൾ പങ്കെടുത്ത് നല്ല എനർജറ്റിക് ആവണം. നിങ്ങൾ ഫോക്കസ് ആണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പഠനത്തിൽ മുന്നോട്ട് പോകാൻ പറ്റൂ. നിങ്ങൾ ഫോക്കസ് മാറിക്കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റൂല. നിങ്ങൾക്ക് ഒരുപാട് ലക്ഷ്യങ്ങളിലെ മക്കളല്ലേ നിങ്ങൾക്ക് ഒരുപാട് ഉയരങ്ങളിൽ എത്തേണ്ടതല്ലേ. അപ്പൊ നിങ്ങൾക്ക് നല്ല ആരോഗ്യം വേണം. നല്ല ആരോഗ്യം വേണമെന്നുണ്ടെങ്കിൽ നല്ല കായിക ബലം വേണം. ആ കായിക ബലം ഉണ്ടാവണമെങ്കിൽ നിങ്ങൾ എല്ലാവരും വീട്ടിൽ കിട്ടുന്ന സമയം, സ്കൂളിലും വീട്ടിലും കിട്ടുന്ന സമയം നിങ്ങൾ ഉപയോഗപ്പെടുത്തി നല്ല രീതിയിൽ ആരോഗ്യം മെച്ചപ്പെടുത്താനുള്ള ശ്രമം നടത്തുക. നിങ്ങൾക്കൊരു ചെറിയ രീതിയിലുള്ള ഒരു ഡെമോ ഞാൻ കാണിച്ചു തരാം. ഞാൻ കാണിച്ച പുഷപ്സ് എന്റെ കാല് കുറച്ച് ഉയരം വെച്ചിട്ടായിരുന്നു, പക്ഷെ ഞാൻ അങ്ങനെയല്ല ചെയ്യുന്നത്. ഞാൻ 2-3 പഞ്ചൊക്കെ കാണിച്ചു തരാം. ഇതൊക്കെ ശത്രുക്കളിൽ നിന്നും രക്ഷപ്പെടാനുള്ളതാണ്, ഡിഫൻസ് ആണ്. അപ്പൊ അതുകൊണ്ട് ഇതുപോലൊക്കെ നിങ്ങൾ ആവുക. നിങ്ങൾ രാജ്യത്തിന് നല്ല ശക്തിയുള്ള ഒരു തലമുറയായി നിങ്ങൾ മാറുക. അപ്പൊ ഞാൻ നിങ്ങളോട് സ്ലോഗൻ പറയാൻ പോവാണ്. ഇംഗ്ലീഷിലാണ് ഞാൻ പറയുന്നത്. നമുക്ക് വേണ്ടത് ലഹരിയല്ല, ആരോഗ്യമാണ്. അപ്പൊ നിങ്ങൾ എന്ത് പറയണം? ഞാൻ ഇംഗ്ലീഷിൽ പറയും. അപ്പൊ നിങ്ങൾ എല്ലാവരും പറയണം ആരോഗ്യമാണ് വേണ്ടതെന്ന്. അപ്പൊ ഞാൻ 3 പ്രാവശ്യം പറയും. സേ നോ ടു ഡ്രഗ്സ്. അപ്പൊ നിങ്ങൾ പറയണം ആരോഗ്യമാണ് വേണ്ടതെന്ന്. ഓക്കെ, ഞാൻ സേ നോ ടു ഡ്രഗ്സ് പറയുമ്പോൾ നിങ്ങൾ ആരോഗ്യമാണ് വേണ്ടത്, അല്ലെങ്കിൽ യെസ് ടു ഹെൽത്ത് എന്ന് പറഞ്ഞാലും മതി. നിങ്ങൾക്ക് ഏതാ ഇഷ്ടം? യെസ് ടു ഹെൽത്ത് ആണോ ആരോഗ്യമാണ് വേണ്ടതെന്നാണ്? ആരോഗ്യമാണ് വേണ്ടതെന്നല്ല. ഓക്കെ, അപ്പൊ ഞാൻ ഇംഗ്ലീഷിൽ പറയാം. സേ നോ ടു ഡ്രഗ്സ്. സേ നോ ടു ഡ്രഗ്സ്. സേ നോ ടു ഡ്രഗ്സ്. മിഷൻ ഹെൽത്ത് ഇന്ത്യ. ആരോഗ്യമാണ് വേണ്ടത്. മിഷൻ ഹെൽത്ത് ഇന്ത്യ. സേ നോ ടു ഡ്രഗ്സ്. മിഷൻ ഹെൽത്ത് ഇന്ത്യ. സേ നോ ടു ഡ്രഗ്സ്. താങ്ക് യു ഓൾ. ബൈ. സ്വന്തം കഴിവിൽ വേൾഡ് ഗിന്നസ് റെക്കോർഡിൽ ഇടം നേടിയ അദ്ദേഹം ലഹരിക്കെതിരായ ക്യാമ്പയിനുമായി മുന്നേറുകയാണ്. ഇവിടെ വന്ന് നമ്മുടെ ഈ പെൺമക്കൾക്ക് ഇന്ത്യ ഒട്ടാകെ എല്ലാ സ്റ്റേറ്റിലും അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട ലഹരി വിരുദ്ധ ക്യാമ്പയിനുമായി മുന്നോട്ട് പോവുകയാണ്. നമ്മുടെ സ്കൂളിലും എത്തി ഇദ്ദേഹത്തിന്റെ നമ്മുടെ ഈ പിഞ്ചു മക്കൾക്കും രക്ഷിതാക്കൾക്കും എല്ലാവർക്കും അദ്ദേഹത്തിന്റെ ഒരു എന്താ പറയണ്ട ഒരു പ്രതിജ്ഞ അല്ലെ, ലഹരി ഉപയോഗിക്കരുത് എന്നൊരു പ്രതിജ്ഞ നമുക്ക് ലഭിക്കുക, ആ ഒരു മെസ്സേജ് ലഭിക്കുകയും ചെയ്തതിന്റെ ഭാഗമായി നമ്മളെല്ലാവരും നിറഞ്ഞ കയ്യടിയോടുകൂടി സ്നേഹത്തോടെ അയാൾക്ക് അദ്ദേഹത്തിന് ഒരു നന്ദി അറിയിക്കുകയാണ്. ഓക്കെ, താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മുടെ സ്കൂളിലേക്ക് മിഷൻ ഹെൽത്ത് ഇന്ത്യ ടീമിന്റെ കോർഡിനേറ്ററായ ശ്രീ അബ്ദുൽ ഗഫൂർ പിന്നെ അവരുടെ മെമ്പേഴ്സ് വന്നിട്ടുണ്ടായി. കുട്ടികൾക്ക് ലഹരി വിരുദ്ധമായ ഒരു നല്ല ആരോഗ്യപരമായ എക്സസൈസ് ആണ് പറഞ്ഞു കൊടുത്തിട്ടുള്ളത്. ആരോഗ്യപരമായ
ഒരു സമൂഹത്തിന് എങ്ങനെ സൃഷ്ടിക്കാമെന്നതിന് ഒരു ചെറിയ ഉദാഹരണമാണ് ഇത്. നല്ല ക്ലാസ് ആയിരുന്നു. താങ്ക് യു.